ഊള ട്യൂഷൻ സാറന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പ്രൊഫസർമാർ, വീഡിയോ പ്രൊഫസർമാർ. സിനിമയുടെ വീഡിയോയും മറ്റേ വേറെ വല്ലവരൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയും എല്ലാം എടുത്ത് ട്യൂഷനാണ്. നമുക്കൊന്നും അത് നേരിട്ട് കണ്ടാൽ മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു തരും. അവർ ചിരിക്കും, അന്നേരം വേണം നമ്മൾ ചിരിക്കാൻ. കോമഡിയൊക്കെ അവർ ചിരിക്കുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് അത് കോമഡി ആയിരുന്നെന്ന്. നമുക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ സഹായിക്കാനായിട്ട് അവർ പ്രത്യേകം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളത് കാണാതിരിക്കരുത്. ആദ്യമായിട്ട് ബുദ്ധിയുള്ള ഒരു വില്ലനെ കാണാൻ പറ്റി. നീ ആണാണെങ്കിൽ ഈ വിലങ്ങൊന്ന് അഴിക്കട. ഓടാ, ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോ? ആദ്യമായിട്ട് ബുദ്ധിയുള്ളൊരു വില്ലനെ കാണാൻ പറ്റി. സത്യല്ലേ? സാറിന് എല്ലാ പടത്തിലും വഴിച്ചു വിടുമ്പോഴാണല്ലോ പ്രശ്നമാകുന്നത്. ഇതാവുമ്പോ വലിയ സീരിയൽ. സത്യം മണ്ടത്തരം കാണിച്ചിട്ടാണ് ബുദ്ധി കാണിക്കണത്. സത്യല്ലേ പുള്ളി പറഞ്ഞത്? ഇത്ര നാളെല്ലാവരും അഴിച്ചു വിട്ടിട്ടല്ലേ മണ്ടത്തരം കാണിച്ച് അവർക്കിട്ട് കടി കിട്ടിയില്ലേ? ഇപ്പം കണ്ട ആണത്തരം കാണിക്കാനായിട്ട് മണ്ടത്തരം കാണിക്കുവാരല്ലും. ഇത് തന്നെയല്ലേ അവന്മാരാ സിനിമയിലും കാണിച്ചത്. ഇതെല്ലാവർക്കും കണ്ടിട്ടത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടല്ലോ. ഈ സിനിമയും ഇതുപോലുള്ള ഈ വിനോദോപാധികളൊന്നും ആരും പ്രത്യേകിച്ച് ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഹേ, എന്തൊരു ഐറ്റം ഒക്കെയാണ് അതൊക്കെ. എന്നതേലും ഒന്ന് കണ്ടു കഴിഞ്ഞാ പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നല്ല കോമഡി, ഇത്രയൊക്കെ മതി. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് പറ്റിയ പരിപാടിയാണ്. ഒരു സ്വസ്ഥമായ മുറി സംഘടിപ്പിക്കുക, ഒരു കസേര ഇട്ടിരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേനും എടാ പിന്നെ 1-2 വാക്കുകൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. എടാ എൻ്റെ മോനെ, എൻ്റെ മോനെ എന്നുള്ളതെങ്കിലും കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. എപ്പോഴും അതങ്ങ് ഇട്ടാൽ മതി. എൻ്റെ മോനെ, എടാ എൻ്റെ മോനെ. സൂപ്പർ കോമഡി, എൻ്റെ മോനെ. എന്റെ മോനെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോനെ. അത് നിന്നെ പോലുള്ളവർ വന്നിട്ട് എൻ്റെ മോനെ എന്നും അവർ ലെജൻസ് ആണെന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ വീഡിയോയ്ക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടുമ്പോഴത്തേനും ഭയങ്കര അരോചകോ. സ്വപ്നം കണ്ട ചേച്ചി സാറിനെ വെട്ടുന്നത്. എന്തൊരു ഐറ്റം ഒക്കെയാണ് അതൊക്കെ. സ്വപ്നം കണ്ട ചേച്ചി സത്യ എന്താണല്ലേ, എന്തൊക്കെ ഐറ്റമല്ലേ. പട്ടിക്കൊലയാടി മോളെ, പോക്കിരിത്തരം കാണിച്ചിട്ട് പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. നീ ആരോട് സംസാരിക്കുന്നറിയോ? അറിയാമടി, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും വ്യഭിചരിച്ചിടന്ന മീൻചന്ത ദേവകി എന്ന തെരുവ് തേവടിച്ചോട്. കോഴിക്കോട്ടെ പാരഡൈസ് ഹോട്ടൽ കൊടുത്തു. അയ്യോ, അത് നിങ്ങൾക്കൊന്നും ഇത് കണ്ടാൽ മനസ്സിലാകത്തില്ല. ഞാൻ കാണിച്ചു തരാം.